അടിക്കുന്നതല്ലേ? ആ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഹെയർ ഒന്ന് വെട്ടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ 2025 ഒരു ചെറിയ മാറ്റമൊക്കെ വേണ്ടേ? എല്ലാവരും നമ്മളെപ്പോഴും ഇങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കണ്ടേ? അപ്പം അത് ബോറെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷം നമുക്ക് ഓരോ എന്തെങ്കിലും ഒരു പുതിയത് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ ഒക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ചില വർഷം മുടി വെട്ടും, ചില വർഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിക്കും. അതായത് നന്നായിട്ട് ജിമ്മിൽ പോവും, വണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് അത് നേടിയെടുക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനോർത്ത് ഈ വർഷം ഞാനും കുറച്ച് വണ്ണം കുറയ്ക്കാം, പിന്നെ കുറച്ച് മുടിയൊക്കെ വെട്ടാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഞാനൊന്ന് മുടി വെട്ടിട്ട് അതിൻ്റെ വീഡിയോയും കൂടി ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർ വരുമ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ബീഫും മീനും ഇതെല്ലാം മേടിക്കുന്നുണ്ട്. അപ്പം അതും കൂടെ മേടിച്ചിട്ട് വരാമെന്ന് ഓർത്ത് അവിടെ പോയിട്ട് വരാം. खुशी हो गया ना? അപ്പം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നു കേട്ടോ. അപ്പം മാർക്കറ്റിൽ പോയിട്ട് വന്ന ഉടനെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അടുപ്പിലൊക്കെയാണ് ബീഫ് വെച്ച്. അടുപ്പിൽ ബീഫ് വെക്കുവാൻ നല്ല ടേസ്റ്റാണേ. അപ്പം നട്ടോലി വറക്കുവാണ് ഇപ്പുറത്ത്. അതിന് കണ്ടിട്ട് എണ്ണിട്ട് കണ്ണ് തിരിയുന്നില്ല. നിങ്ങളെല്ലാം വീഡിയോയ്ക്കാട്ട് ഇടുക. പപ്പൻ സാറിന് അറിയത്തില്ലേ? എന്നെ ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുന്നതല്ലേ? ആ എങ്ങനെ ആക്കണം? കുറച്ച് ആക്റ്റീവ് ആവണമെന്ന്. എല്ലാരും താറ്റ ബൈ ബൈ. ചുമ്മാത്തില്ലാത്ത എവിടെ ടാറ്റാ. അപ്പോൾ ഗൈസ് എല്ലാവരും പോയി. അപ്പം അതിന് മിച്ചമുള്ളത് നമ്മൾ തിന്നാൻ പോവാണ്. നേരത്തെ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇത് കണ്ട ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, ഇതൊരു തൈര് കൂട്ടിയുള്ള കറി, പുളിശ്ശേരി, അച്ചാർ, തോരൻ, പിന്നെ ഉണ്ട് കപ്പ ഉണ്ട് കേട്ടോ, പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ട്. അതിൻ്റെ പ്ലേറ്റ് അവിടെ ഇരിപ്പുണ്ട്, എടുത്തെടുത്ത് കഴിച്ചു എല്ലാവരും. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ ഫുഡ്. മീൻ കറിയുണ്ട്, അച്ചാറുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പപ്പടമുണ്ട്, തോരനുണ്ട്, ഇതൊരു പാവയ്ക്കയും പിന്നെ തൈരുള്ള ഒരു കറിയാണ്, പിന്നെ മോരുണ്ട്, മീൻ വറുത്തതുണ്ട്. ഇതാണ് ഇന്നത്തെ. കപ്പയുണ്ട്, ഞാൻ കപ്പ എടുത്തില്ല. അപ്പം നമുക്ക് ബീഫ് കൂട്ടി ആദ്യമേ തുടങ്ങാം. ബീഫ് കൂട്ടി ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ, ഇതെന്നാ പറയുന്നത്, ഫ്രൂട്ട് സലാഡ് അല്ലേ? ഫ്രൂട്ട് സലാഡ്. ഞാൻ മുടിയൊക്കെ വെട്ടിയാണ് കേട്ടോ.
അപ്പം ഇപ്പം ഞാൻ കിടക്കുവാണ്. അവർ കഴിച്ചിട്ടൊക്കെ പോയി. എനിക്ക് ഒന്നും ഭയങ്കര തിരക്കായിരുന്നു. അതായത് രാവിലെയാണ് പറഞ്ഞത് വരുമെന്ന്. അപ്പം പെട്ടെന്ന് ഏറ്റുമാനൂർ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കി. അപ്പം ഫുള്ളും ഭയങ്കര ബിസി ആയിപ്പോയി. മീൻസ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്തിട്ട് പിന്നെ അവർ വന്ന് കഴിച്ചിട്ടൊക്കെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലാണോ ഞാൻ ആ ഡ്രസ്സ് തയ്ച്ചതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചു തരാമെന്ന്. അതായത് തയ്ച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, ആ തുണി എടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അവളുമാരുടെ ഡ്രസ്സ് ഇതാണ്. ഇത് മൂത്തവളുടെ ഡ്രസ്സാണ്. ഇത് ആലിയ കട്ടിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ല, പക്ഷേ അതൊന്ന് ഇട്ട് ഉള്ള ആ ഫോട്ടോ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഇലവളുടെ ആണേ. ഇതുണ്ടോ ഇച്ചിരി ഷൈനിങ് ഉള്ള ഇതിനകത്ത് പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ആലിയക്കട്ട് തന്നെയാണ്. ഇത് പിന്നെ ഫുൾ സ്ലീവാണ് അവളുടെ. ഇതുണ്ടോ അവളുടെ ഫുൾ സ്ലീവാണ് ഇത്. മൂത്തവളുടെ ഹാഫ് സ്ലീവും ഇലവളുടെ ഫുൾ സ്ലീവ്. പിന്നെ പാൻറ്റ് ഇതാണ് പാൻറ്റ് സിഗരറ്റ് ബോട്ടമാണ്. ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് പോലെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ പാൻറ്റൊന്നും തയ്ക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഇത് ലൈനിങ് ഇങ്ങനെ സെയിം കളർ കിട്ടാൻ ലൈനിങ് അങ്ങനെ കിടക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവളുമാർ രണ്ടുപേരുടെ ഡ്രസ്സ്. ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ ചക്കയാണ് ഇത്. കണ്ടോ ഇങ്ങനെ ബോൾ പോലത്തെ ചക്ക കണ്ടോ. ഈ ചക്ക ഇന്ന് ഉണ്ടാക്കാനോ എടുത്തായിരുന്നേ. പഴുത്തൊന്നുമില്ല ഇത് ഇത് നമുക്ക് ഇപ്പം ഇടിഞ്ചക്ക കറി വെക്കാം, നല്ല ടേസ്റ്റ് ആവുമായിരിക്കും. പിന്നെ ഇത് കണ്ടോ ഇതൊരെണ്ണമുണ്ട്, പിന്നെ ഇതൊരെണ്ണമുണ്ട്. ഇതിപ്പം ഞാൻ നാളെ വല്ല ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഒന്നും സമയമില്ല, ഓൾറെഡി കറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്, ഓർഡറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കട്ടെ. ഇന്ന് പള്ളിയിൽ ഗാനമേള ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഗാനമേള കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര ക്ഷീണമാണെങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് ഇനിയിപ്പം എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് തയ്ക്കാനുള്ളതെല്ലാം ഫിനിഷ് ചെയ്യുവാണെങ്കിൽ അപ്പം കുഴപ്പമില്ലല്ലോ. അപ്പോൾ തയ്ക്കാനുള്ളത് ഇതാണ്. ഓൾറെഡി ഞാനിത് ലൈനിങ്ങിൻ്റെ കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഴുത്തൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി, പിന്നെ കൂട്ടിയടിച്ചാൽ മതി. ഇത് രാവിലെ ഞാൻ ചെയ്ത് വെച്ചിരുന്നായിരുന്നേ. നമ്മളെ ആയുധം ഇതാണ്. നമ്മളെ ആയുധം എടുത്തു. പിന്നെ അടുത്ത ആയുധം കൺസിഡർ അപ്പോൾ ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ് തയ്ച്ച് കഴിഞ്ഞ്, ഇത് നോർമൽ ബോട്ട് നെക്കിൻ്റെ ആണ്. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി പണിയും കൂടെ ചെയ്യാം. ഇവിടെ എല്ലാം കണ്ടോ വൃത്തികേടായിട്ട് കിടക്കണം കണ്ടോ. ഇത് മുഴുവൻ അടിച്ച് വാരി കളയണം. അപ്പോൾ ഇന്ന് രാവിലെ പച്ചക്കറി എല്ലാം മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ശരിയാക്കി വെക്കണം. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. ഇതേ കൂർക്കയുണ്ട്, റാഡിഷുണ്ട്. റാഡിഷിൻ്റെ ഒരു അച്ചാറിടാൻ ഓർത്തതാണ്. ക്യാപ്സിക്കം, കുക്കുംബർ ഇതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി വെക്കട്ടെ. ഇത് സലറിയാ കണ്ടോ, ചില്ലി ചിക്കനിലൊക്കെ ഇടുന്ന സലറി. നല്ല മണം. ഇപ്പോഴത്തെ വ്യൂ ഇതാണ് കണ്ടോ. സമയം 5 മണി കഴിഞ്ഞു. ഇപ്പോഴത്തെ വ്യൂ
അല്ല ഒരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം പെരുന്നാളിൽ മേടിച്ച ടോക്കണേ. ഞാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു തീപ്പെട്ടി കോൾ എടുക്കുക. തീപ്പെട്ടി കോൾ ഇവിടെ കയറ്റുക. കണ്ടോ, കഴിയുമ്പം ഇങ്ങനെ വെക്കുക. കഴിയുമ്പോൾ ഇത് നോക്കട്ടെ. അയ്യോ, അടിപൊളി സാധനം കേട്ടോ. 100 രൂപയേ ഉള്ളൂ ഗൈസ്. അപ്പം പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയതാണേ. ഇതാണ് എൻ്റെ ഷോൾ, ഇതാണ് എൻ്റെ ചുരിദാർ. ഇതാണ്, കാണാമോ? ഇതാണ് എൻ്റെ ചുരിദാർ. ബേബോടെ ഔട്ട്ഫിറ്റ് കാണിക്കാം. വാ വാ. ബേബോടെ ഔട്ട്ഫിറ്റ്, പപ്പിയുടെ ഔട്ട്ഫിറ്റ് കാണിക്കാം. വാ, പപ്പിയുടെ ഔട്ട്ഫിറ്റ്. പള്ളിപ്പെരുന്നാൾ പോവാണ്, ലാസ്റ്റ് ഡേ ആണ്. ഒരെണ്ണം 1000 രൂപ. ജപമാല ഒരെണ്ണം 1000 രൂപ. 1500 രൂപ. 1500 രൂപ. 1500 രൂപ. 1500 രൂപ ഒരു തരം. 1500 രൂപ. ഇതിപ്പം പിറ്റേ ദിവസമാണ്. രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി പെരുന്നാളിൽ പോയിട്ട് കണ്ടു. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ പോയി എല്ലാം കണ്ടു കേട്ട് എല്ലാം വന്നു. 2025 ഈ പെരുന്നാൾ ഇന്നലെ കൊണ്ട് തീർന്നു. ഇനിയിപ്പോൾ 2026 ഉള്ളൂ നമുക്ക് ഇനി ഒരു പെരുന്നാൾ കൂടാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഓക്കെ, ബൈ.